നൂറുകണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിയ ദുരന്തം എത്തുന്നതിനു മുൻപ് ആ രാത്രി ചൂരൽമലയിലെ ഫിദയെ അൻസിൽ വിളിച്ചിരുന്നു. സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. രാവിലെയാണ് മുണ്ടക്കയെയും ചൂരൽമലയെയും ഉരുൾ തൂത്തെറിഞ്ഞുവെന്ന് അവൻ അറിഞ്ഞത്. പിന്നീട് മരവിപ്പോടെ ചെയ്തതും അനുഭവിച്ചതുമെല്ലാം മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലിരുന്ന് പതിയെ അൻസിൽ പറഞ്ഞു തുടങ്ങി. നോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 8 ദിവസം ഇവിടെ സേവനം ചെയ്തത്. ഇവിടുന്ന് വരുന്ന നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡി ആയാലും കമ്മിറ്റി ആൾക്കും MSAയിലോട്ടും ഞാൻ പോയി നോക്കും, അവിടെ ബോഡി ഓളതങ്ങാനുണ്ടോ. പെട്ടെന്ന് ഇവളൊരു 8 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ വിളിച്ചപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ച് തീരുന്ന് ഒന്നും തിന്നാണ്ട് ഭക്ഷണമൊന്നും ഞാൻ കഴിക്കലില്ലായിരുന്നു. ഇവളതിൻ്റെ ശേഷം വിളിച്ചതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്ന്. ദുരന്തത്തിൽ ഫിദയ്ക്ക് ഉപ്പയെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വാടക വീട്ടിലാണ്. ഫിദൻ്റെ അച്ഛൻ മരിച്ച് ഞാൻ ഇവിടുന്ന് ബോഡി കണ്ടിരുന്നു. പിന്നെ അവളെ അമ്മ സേഫാണ്, അതായത് അവളെ അമ്മ സേഫാണ്, പിന്നെ അവളെ അനിയനും സേഫാണ്, ഓളും സേഫാണ്. കല്യാണം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, ഉറപ്പിക്കണം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ വേഗം കൊണ്ടുവരാൻ. കാരണം എന്താ വെച്ചാൽ അവളെ അച്ഛനും ഇതൊക്കെ മരിച്ചാലേ അവൾ പഠിത്തം കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കൊണ്ടുവരും. ഈ മഹാദുരന്തത്തിനിടയിൽ അപൂർവമായി സംഭവിച്ച ഒരു നിറകൺ ചിരിയാണിത്. പല നീറ്റലുകളിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിലും ഈ നിമിഷത്തിൽ അൻസിലിനും ഫിദയ്ക്കും ആശംസകൾ നേരാം. മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്.